ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജ്ഞാനിയാർ എന്നുള്ള വിഷയം ആസ്പദമാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജ്ഞാനി ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ളതായിട്ട് ഒരു പരമ്പര നമ്മൾ ആരംഭിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തു ഉള്ളവർ ജ്ഞാനികളാണ് എന്ന് പ്രത്യേകം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മോട് പറയുന്നു, പാപം ചെയ്ത് പിന്മാറിപ്പോയതായിട്ടുള്ള ഒരു വ്യക്തി, അതായത് യേശു കർത്താവിനെ കർത്താവ് രക്ഷമായി സ്വീകരിച്ച വ്യക്തിയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി പാപം ചെയ്ത് പിന്മാറിപ്പോകാൻ, അവൻ പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും കർത്താവിൻ്റെ ഭാഗത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തി ജ്ഞാനിയാകുന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനാധാരമായിട്ട് ഹോശേയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇത് അറിവാൻ തക്ക വിവേകിയാർ എന്ന് അവിടെ ദൈവവചനം ഒരു ചോദ്യം പോലെ ഉന്നയിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹോശേയ പ്രവചനം 14 അധ്യായങ്ങൾ, അതായത് 13 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സ്നേഹവും അതേ സമയത്ത് ദൈവം പാപത്തെ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതും ഇസ്രായേൽ മക്കളുടേതായുള്ള ഭയങ്കരമായുള്ള പാപങ്ങളെ കുറിച്ച് അവിടെ 13 അധ്യായങ്ങളിൽ പറഞ്ഞ ശേഷം 14-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഉദാത്ത സ്നേഹം നമുക്ക് കാണാൻ കഴിയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര പാപം ചെയ്യുന്ന, പാപത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് ആ സമൂഹത്തോട് ദൈവം പറയുന്നത് നിങ്ങൾ മടങ്ങി വരണമെന്നാണ്. പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം കൊടുക്കുകയാണ് 14-ാം അധ്യായത്തിൽ. ആ 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്കിപ്രകാരം കാണാൻ കഴിയുന്നു. 14-ാം അധ്യായം ആരംഭിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയിലേക്ക് മടങ്ങിച്ചെല്ലുക. അങ്ങനെ അവർ പിന്മാറ്റത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് യഹോവയുടെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വരുമെങ്കിൽ ദൈവം എന്തു ചെയ്യുമെന്ന് 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്ന് പറയുകയാണ്. ഇത് മാത്രമല്ല, എൻ്റെ കോപം വിട്ടുമാറി ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. 3-ാമത് അവിടെ പറയുന്നത്, ഞാൻ അവന് മഞ്ഞുപോലെ ഇരിക്കും. ഞാൻ മഞ്ഞുപോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നും അവൻ്റെ കൊമ്പുകൾ പടരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. മാത്രമല്ല, അവൻ്റെ ഭംഗി ഒരു വൃക്ഷത്തിൻ്റെ ഭംഗി പോലെ, അവൻ്റെ വാസന ലബാനോൻ്റേതുപോലെ ആയിത്തീരും. അപ്പോൾ ആ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമെങ്കിൽ തീർച്ചയായിട്ടും അവന് അവന് വേരൂന്നുവാനും പൂക്കുവാനും കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അവൻ അനുഗ്രഹിക്കപ്പെടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവന് വീണ്ടും വളരെ അനുഗ്രഹീതമായിട്ട് പുരോഗതിയിൽ മുന്നേറുവാൻ കഴിയും. അവൻ്റെ കൊമ്പുകൾ പടരുമെന്ന് അവർ മാത്രം അതിൻ്റെ ഭംഗിയെക്കുറിച്ചും വാസനയെക്കുറിച്ചും പറയുക. ഒരു പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോയ ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ വീണ്ടും പൂക്കും. അവൻ മനോഹരമായുള്ള കർത്താവിൻ്റേതായുള്ള ദൈവത്തിൻ്റേതായുള്ള സൗന്ദര്യവും വാസനയും പരത്തുന്നവനായി അവന് ജീവിപ്പാൻ കഴിയും എന്നുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 8-ാം വാക്യത്തിലുണ്ട്, അവന് ഉത്തരമരുളും, ഞാൻ അവനെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടത് പിന്നെ അവൻ പഴയതുപോലെ കീർത്തിയും സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ ഉള്ളവനായി തീരുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നും അവന് ഉത്തരമരുളുമെന്നും അവനെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവനെ കരുതും, അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും, അവനെ അനുഗ്രഹിക്കും എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നീ എങ്കിൽ
ഫലം കണ്ടെത്തും എന്ന് പറഞ്ഞിരിക്കുക. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാപത്തെ സ്നേഹിക്കാനല്ല, പിന്നെയോ അത് ആ ഒരു ഓൺഗോയിങ് ഫെയ്ത്ത് കർത്താവിൽ ആവശ്യമാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തിന്മേൽ ജയം നേടി മുന്നോട്ട് പോകേണ്ടവനാണ് അത് ഒരു വിശ്വാസി. അതിനു പകരം പാപം ചെയ്യുന്നെങ്കിൽ കണിശമായിട്ടും അതേറ്റവും തെറ്റാണ്. ദൈവം അതിന് ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുക. മടങ്ങി വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പറയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് അതെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ അതെ എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയയില്ല. അപ്പോൾ കർത്താവിൽ നിരന്തരമായി വസിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അതെ യേശുവിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ മുന്നേറുന്ന ആ ഒരു വ്യക്തിയെ മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ കൊമ്പ് പോലെ പുറത്തു കളഞ്ഞ് അവന് തീക്ക് ഇരയാകും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായുള്ള സത്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ജ്ഞാനി ആരെന്ന് ചോദിച്ചാൽ അതെ ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആരെന്നാണ് ചോദിക്കുന്നത്. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആരെന്ന് പറയുമ്പോൾ 13 അധ്യായങ്ങളിൽ അവിടെ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മടങ്ങി വരുവാനുള്ള വലിയ ആഹ്വാനം കൊടുക്കുകയാണ്. അതെ ആ 14-ാം അധ്യായം മുഴുവൻ പിന്മാറ്റക്കാരന് ഉള്ള അതെ പിന്മാറ്റക്കാരൻ മടങ്ങി വന്നാൽ അവന് ലഭിക്കുന്നതായുള്ള ദൈവിക അനുഗ്രഹങ്ങളുടേതായുള്ള അതെ ദൈവിക സന്ദേശമാണ് 14-ാം അധ്യായം പറയുന്നത്. അതുകൊണ്ട് മടങ്ങി വരിക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയായിരുന്നു ചോദിച്ചാൽ പാപം ചെയ്ത് പിന്മാറിപ്പോയെങ്കിൽ ദൈവം നൽകിയിട്ടുള്ള പ്രൊവിഷൻ അതെ ദൈവം നൽകിയിട്ടുള്ള ആ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ പിന്മാറ്റക്കാരൻ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് വീണ്ടും ആ ദൈവിക നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അനുഗ്രഹീത ജീവിതം നയിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് ജ്ഞാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നാം പ്രത്യേകം നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് അത് പാപം അതിൻ്റെ ക്ഷമയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ അത് താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നുള്ളത് വളരെ വ്യക്തമായി ഓർപ്പിക്കട്ടെ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ അത് ഈ പാപി പിന്മാറ്റക്കാരൻ മടങ്ങി വരുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം അവന് മാത്രമല്ല, അവൻ സമൂഹത്തിന് കൊള്ളാവുന്നതിനായി മാറുകയാണ്, കുടുംബത്തിന് കൊള്ളാവുന്നതിനായി മാറുകയാണ്. അതാണ് നമ്മൾ വായിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചോദിച്ചാൽ അവൻ്റെ തണലിൽ പാർക്കുന്നവൻ വീണ്ടും അവന് അതെ ഫലം കഴിക്കും, അല്ലെ ധാന്യം വിളയിക്കും. അവനെ തണലിൽ പാർക്കുന്നവൻ വീണ്ടും ധാന്യം വിളയിക്കും. അത് മാത്രമല്ല അവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് തളിർക്കും മുന്തിരിവള്ളി പോലെ തളിർത്ത് പ്രയോജനമുള്ളതായില്ല, നല്ല ഫലം കായ്ക്കുന്നതായില്ല മുന്തിരിവള്ളിയായിട്ട് മാറുവാൻ ഇടയാകും അവൻ്റെ തണലിൽ പാർക്കുന്നവൻ. അതിൻ്റെ അർത്ഥം എന്താ? പിന്മാറ്റക്കാരൻ മടങ്ങി വന്നാൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്ന മാത്രമല്ല, അതാദ്യം നമ്മൾ പറഞ്ഞു, അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവരെ തണലിൽ പാർക്കുന്നവർ അനുഗ്രഹീതരായി. അത് മാത്രമല്ല, അവനോട് ബന്ധപ്പെട്ട് കൂട്ടായ്മക്കാർ അതെ അവരെ അനുഗ്രഹിക്കപ്പെടും, ഇടവക അനുഗ്രഹിക്കപ്പെടും. അതെ പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന് അനുഗ്രഹമായി മാറുവാൻ അവർക്കും കഴിയുമെന്നുള്ളത് യുവജനം വളരെ വ്യക്തമായി പറയുക. അതുകൊണ്ട് പിന്മാറ്റക്കാർ മടങ്ങി വരിക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. മടങ്ങി വരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രമാണം നമ്മൾ വായിക്കുന്നുണ്ട്. അത് എബ്രായർക്ക് 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷകനുമായി സ്വീകരിക്കുന്ന വ്യക്തികൾ, അതേ പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തിൻ്റെ നീതി
അനുഭവിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ നീതി ഉള്ളവരായി അവർ അത് വിശ്വാസത്താൽ നീതിമാന്മാരെന്ന് അറിയപ്പെടുന്നവരാണ്. എന്നാൽ അവർ പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭയാനകമായിട്ടൊരു അനുഭവമായി മാറുന്നുവെന്ന് എബ്രായർ 10:38-30 കാണാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഓൺഗോയിങ് ഫെയ്ത്ത്, തുടർമാനമായ നിരന്തരമായ വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ വഴിയിൽ മുന്നേറുന്ന ഒരനുഭവമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. എന്നാൽ അവൻ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്നവിടെ പറഞ്ഞിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ലാത്തൊരു കാര്യമാണ് പിന്മാറ്റം എന്നുള്ളത്. ആ പിന്മാറ്റക്കാരൻ ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഡിലേ, ദൈവത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നവനാണ്. അത് മാത്രമല്ല നാം നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, പിന്മാറ്റക്കാരൻ പോകുന്നത് നാശത്തിലേക്കാണ്. പിന്നെ പറയുന്നു, നാമോ നാശത്തേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ഒരു ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഓൺഗോയിങ് ഫെയ്ത്ത് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നാം താലോലിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ അവയോട് വിട പറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം പിന്മാറ്റത്തിൽ പോയിരിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് അനുസരിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. പിന്മാറ്റക്കാരന് ദൈവപ്രസാദമില്ല, മാത്രമല്ല അവൻ നാശത്തിലേക്കാണ് പിന്മാറുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുക. ഒരു പാപി രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ നിത്യമായ നരകത്തിലേക്ക്, നാശത്തിലേക്ക് പോകുന്നത് പോലെ പിന്മാറ്റക്കാരൻ പോകുന്നത് നിത്യനാശത്തിലേക്കാകുന്നത് നാം മനസ്സിലാക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഭോഷന്മാരുടെ പിന്മാറ്റം, ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ഓർക്കണം, പ്രിയപ്പെട്ട വാസ്തവത്തിൽ ദൈവം ഈ ദൂത് പ്രത്യേകം നൽകിയത് ശലോമോനിൽ കൂടിയാണ്. ആ ശലോമോൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി എന്താ എഴുതിയിരിക്കുന്നത്? ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ, പാപത്തെ നിസ്സാരവൽക്കരിക്കരുത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭോഷന്മാരുടെ, ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. ശലോമോൻ ഇത് എഴുതി വെച്ചെങ്കിലും അവൻ പിന്മാറ്റത്തിലേക്ക് പോയതായിട്ട് 1 രാജാക്കന്മാർ 11-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. അവൻ ഈ വലിയവനായുള്ള, ഈ അത്യുന്നതനായ, ഈ സർവശക്തനായ, നിത്യനായുള്ള, സർവജ്ഞാനിയായുള്ള, സർവവ്യാപിയായിട്ടുള്ള, സകലത്തിനെ ശിക്ഷിച്ചതായുള്ള ഈ ദൈവത്തെ അവൻ ഉപേക്ഷിച്ച് മറ്റ് വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ട് അവയ്ക്ക് ആലയങ്ങൾ പണിത് അങ്ങനെ അവൻ മുന്നോട്ട് പോയി. എന്നാൽ അവൻ മടങ്ങി വന്നില്ല. അവൻ തെറ്റ് കാണിച്ചു. 2 പ്രാവശ്യം പ്രത്യക്ഷമായി ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞത് അവൻ കേൾക്കാതെ അവൻ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് അവൻ പോയി. അവൻ പിന്നീട് മടങ്ങി വന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ വാസ്തവത്തിൽ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. പിന്മാറ്റക്കാരൻ പോകുന്നത് നിത്യനാശത്തിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരിക്കലും പാപത്തെ സ്നേഹിപ്പാനല്ല, പാപത്തെ നിസ്സാരവൽക്കരിപ്പാനല്ല. പാപം ചെയ്തുവെങ്കിൽ അതിനെക്കുറിച്ച് ആത്മാർത്ഥമായുള്ള ഒരനുതാപത്തോടുകൂടെ നാം ആഴമേറിയ അനുതാപത്തോടുകൂടെ മടങ്ങി വന്ന് കർത്താവിൻ്റെ ക്ഷമ പ്രാപിച്ച് വീണ്ടും അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. ശലോമോനെ പോലെ അല്ല ദാവീദിനെ നാം കാണുന്നത്. ദാവീദ് പാപം ചെയ്തു. വളരെ വ്യക്തമായിട്ട് ആ കാര്യം 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടതായിട്ടുള്ള കാര്യമല്ല. എന്നാൽ വളരെ വ്യക്തമായിട്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പാപം ചെയ്തു. മാത്രമല്ല, ആ പാപത്തിന് ഒരു പുറംമൂടിയിടുവാനായിട്ട് ആ ബത്ശേബയുടേതായില്ല ഭർത്താവായ ഊരിയാവിന് അവൻ്റെ മരണവാറണ്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് യോവാബിന്
ഏൽപ്പിച്ചു. യുദ്ധത്തിൻ്റേതായുള്ള ഭയങ്കരമായുള്ള കാഠിന്യമായുള്ള അതേ സ്ഥാനത്ത്, ഏറ്റവും പ്രയാസമുള്ളതായുള്ള ആ സ്ഥാനത്ത് അവനെ കൊണ്ട് നിർത്തി അത് യുദ്ധം ചെയ്യിച്ചു. അവിടെ അവൻ മരിക്കുകയാണ്. അതിൻ്റെ ആ സംഭവം, അവൻ മരിച്ചു എന്നുള്ള വിവരം അത് ദാവീദിന് കൊടുക്കുകയാണ്. അങ്ങനെ ദാവീദിന് ആ വിവരം ലഭിച്ചപ്പോൾ ബേത്സാബയെ വിളിച്ച് തൻ്റേതായുള്ള കൊട്ടാരത്തിൽ, അന്തഃപുരത്തിൽ ആക്കി. അപ്പോൾ മറ്റൊരു നോക്കുമ്പോൾ എന്താ കാണുന്നത്? യുദ്ധത്തിൽ മരിച്ചതായിട്ട് ഒരുവൻ്റെ ഭാര്യയെ അതേ ഭവനത്തിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ഒരു ദാവീദിനെ. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ഒന്നും മറയ്ക്കാൻ സാധ്യമല്ല. മനുഷ്യരുടെ അതേ കണ്ണിന് മുമ്പിൽ പലതും നമുക്ക് മറച്ചു വയ്ക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഓർക്കണം, ദൈവത്തിന് മുൻപാകെ ഒന്നും മറക്കാൻ സാധ്യമല്ല. അവൻ സകലതും കാണുന്ന ദൈവമാണ്, സകലതും കേൾക്കുന്ന ദൈവമാണ്. അവനോട് മറച്ചു വെക്കാൻ ഒന്നും സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയും, അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവൻ്റെ മുൻപിൽ നഗ്നവും അതെ മലർന്നതുമായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 139 സങ്കീർത്തനം, ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നുവെന്ന് ദാവീദ് തന്നെ പറയുക. കാരണം എന്താ? നമ്മുടേതായുള്ള ജീവിതത്തിൻ്റേതായുള്ള അതെ ജീവിതത്തിൻ്റെ ചിന്തകളാണെങ്കിലും വാക്കുകളാണെങ്കിലും ക്രിയകളാണെങ്കിലും അവന് മറവായിരിക്കുന്നില്ല എന്ന് 139 സങ്കീർത്തനം പറഞ്ഞുകൊണ്ടാണ് അത് വളരെ വ്യക്തമായി പറയുന്നത്. എന്താണ് ഈ പരിജ്ഞാനം? എനിക്ക് അത്യത്ഭുതമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ചിന്ത പോലും അതെ എന്താണെന്ന് അറിയാൻ അതെ ദൈവമായ കർത്താവിന് കഴിയും. ഒന്നും മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ദാവീദ് ചെയ്ത തെറ്റ് എന്താണെന്ന് അത് പൂർണ്ണമായിട്ടുള്ള അവന് ബോധ്യപ്പെടുത്തുവാൻ അവനറിയാം. എന്നാൽ അവൻ മറച്ചു വയ്ക്കുകയാണ്. എന്നാൽ നാഥാൻ പ്രവാചകനെ ദൈവം അത് ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. നാഥാൻ പ്രവാചകൻ ചെന്നു. നമ്മൾ ഈ സംഭവം 2 ശമൂവേൽ 11 അധ്യായത്തിൽ കാണാം. ദാവീദ് ചെയ്ത പാപം അവിടെ കാണാം. 12 അധ്യായത്തിൽ അതെ നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയക്കുകയാണ്. ദാവീദ് ചെന്ന് അതെ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു സംഭവം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ആ നാഥാൻ പ്രവാചകൻ പറഞ്ഞതായുള്ള ആ പ്രത്യേക സംഭവത്തിലെ വ്യക്തി താനാണെന്നറിയാതെ ദാവീദ് പറയുകയാണ്, അത് ഈ മനുഷ്യൻ മരണയോഗ്യനാണ്. അവനത് ചെയ്തതുകൊണ്ട് ആ ആടിന് പകരം 4 ഇരട്ടി കൊടുക്കണം. അവനെ കൊല്ലപ്പെടണം. മാത്രമല്ല, അതിന് മുമ്പ് അവൻ 4 ഇരട്ടി കൊടുക്കണമെന്ന് അതെ ദൈവത്തിൻ്റെ പ്രമാണം അതെ ദാവീദ് പറയുകയാണ്. അപ്പോഴാണ് ഒട്ടും അതെ പ്രിയപ്പെട്ടവരെ ഒട്ടും ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ ദാവീദിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടുകയാണ്. നീയാണ് ആ മനുഷ്യൻ, ദൗ ആർ ദാറ്റ് മാൻ, നീയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത്. ദാവീദ് ഞെട്ടിപ്പോയി. ദൈവത്തിൻ്റേതായുള്ള അതേ കാഴ്ചയുടെ മുമ്പിൽ അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന് സകലതും കാണുകയാണ്. സകലതും കാണുന്നവനും അറിയുന്നവനുമാണ്. ദാവീദ് അവിടെ ആ വാളൂരി അതെ നാഥാൻ്റെ തലവെട്ടിയല്ല ചെയ്തത്. ദൈവത്തിൻ്റേതായുള്ള സന്ദേശം താൻ പാപം ചെയ്തു എന്നുള്ളത് അവനെ ബോധ്യമാക്കുന്ന സമയത്ത് അവൻ നെടുമ്പാടെ വീണ് അതെ ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് അവൻ്റെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. നമുക്കറിയാം, ദൈവമേ നിൻ്റെ ദൈഹിക ഗുണം എന്നോട് കൃപയുണ്ട്, നിന്നെ കരുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണേ, എന്നെ നന്നായി കഴിയും. എന്നെ പിടിച്ചു നിർത്തിയ 2 വാക്കുകളാണ്, എന്നെ നന്നായി കഴിയും. വാഷ് മീ തറലി. അതിൻ്റെ അർത്ഥം എന്താ? അത്രമാത്രം ഞാൻ കൊള്ളരുതാത്തവനാണെന്ന് അതെ ആഴമേറിയ അനുതാപമുള്ളവനായിട്ട് അവൻ പറയുക, എന്നെ നന്നായി കഴിയും, എൻ്റെ അകൃത്യം പോക്കണമേ. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചത്? അത് ആ 2 ശമൂവേൽ 2:13 വാക്യത്തിൽ അവിടെ 12-13 വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി എന്ന് ദാവീദ് പറയാം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റേതായുള്ള അത് സന്ദേശം നാഥാൻ പ്രവാചകന് ലഭിച്ചിട്ട് നാഥാൻ പ്രവാചകൻ പറയുക, അത് യഹോവ നിൻ്റെ പാപം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ ഓർക്കണം, അതേ പ്രിയപ്പെട്ടവരെ, പിന്മാറ്റക്കാരൻ മടങ്ങി വന്നാൽ ദൈവം അവനെ വീണ്ടും ഉപയോഗിക്കും. പിന്നെയും ദാവീദ് ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് അത് സങ്കീർത്തനങ്ങൾ എഴുതി. ദാവീദ് പിന്നെയും സങ്കീർത്തനങ്ങൾ എഴുതി മനോഹരമായ അനുഗ്രഹീത ദൈവവചനം അത് തരുവാൻ തക്കണം. ദൈവം അവനെ വീണ്ടും
ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക. നീ എങ്കിൽ ഫലം കണ്ടെത്തും, പിന്മാറ്റക്കാരൻ മടങ്ങി വന്നാൽ. നമ്മൾ മുമ്പേ ഹോശയുടെ പ്രവചനത്തിൽ അത് 14-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്ന ആ സത്യം ഇവിടെ അത് നിലനിൽക്കുമ്പോൾ കാണാൻ കഴിയുക. കാരണം 138-ാം പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് പാടും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവം പിന്നെയും ദാവീദിനെ ഉപയോഗിക്കുകയാണ്. എത്രത്തോളം ഉപയോഗിച്ചു? മരണം വരെയും. തുടർന്ന് ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റേതായുള്ള പ്രസാദം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റേതായുള്ള ആത്മാവിൻ്റെ ശക്തി വീണ്ടും അവന് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമം ദാവീദിനൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ദൈവം കൊടുക്കുന്ന സാക്ഷ്യം എന്താണ്? അത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 36-ാം വാക്യം നമുക്ക് കാണാൻ കഴിയും. 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 36-ാം വാക്യം, ദാവീദ് തൻ്റെ തലമുറയിൽ യഹോവയുടേതായുള്ള ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം അവൻ നിദ്ര പ്രാപിച്ചു പിതാക്കന്മാരോട് ചേർന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് പറയുന്നത്? ദാവീദ് തൻ്റെ തലമുറയിൽ, പ്രിയപ്പെട്ടവരെ, അവന് യഹോവയുടെ ആലോചനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ മിനിസ്റ്റേഡ് അണ്ടു ദ പർപ്പസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ശുശ്രൂഷ ചെയ്ത് മരണം വരെയും ശുശ്രൂഷ ചെയ്തു എന്നാണ് ആ വാക്കും ദാവീദിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് പാപത്തെ നിസ്സാരവൽക്കരിക്കരുത്. കർത്താവ് നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയാൻ ആ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ കർത്താവ് തല ഉയർത്തി നോക്കി, സ്ത്രീയെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ല. ഞാൻ പറയുന്നു, ഞാനും നിന്നെ കുറ്റം വിധിക്കും. എന്നാൽ ഇനി പാപം ചെയ്യരുത് എന്ന് പറയാം. അപ്പോൾ പാപത്തെ ഒരു വിധത്തിലും നിസ്സാരവൽക്കരിക്കുന്നവനല്ല ദൈവം. പാപത്തെ ക്ഷമിച്ചു തരുവാൻ തയ്യാറാണ്. നമ്മൾ ഓർക്കണം, എപ്പോൾ നാം നമ്മുടെ കുറവുകളെക്കുറിച്ച് അനുദപിക്കുമോ ആ സമയത്താണ് ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷേ ഇനി മേലിൽ പാപം ചെയ്യരുതെന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് 38 വർഷം കളക്കരയിൽ തളർവാദമായി തളർന്നു കിടന്നവനെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവനോട് അധികം ദോഷമായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓർക്കണം, അധികം തിന്മയെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശാരീരികമായുള്ള കഷ്ടപ്പാട് മാത്രമല്ല, പിന്നെ നിത്യമായുള്ള നരകത്തിലേക്കാണ് പിന്മാറ്റക്കാരൻ പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോയി വരുന്നത്. അവന് സൗഖ്യം ലഭിച്ചപ്പോൾ കർത്താവ് നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു എന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞു. യേശുവിനെ കർത്താവായി അവൻ അംഗീകരിച്ചു, അവൻ വിശ്വസിച്ചു. പക്ഷേ അവനോട് തുടർന്ന് കർത്താവ് പറയുന്നത്, ഇനിയും അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത് എന്ന് പറയുകയാണ്. അപ്പോൾ പാപത്തെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല, പാപത്തിൻ്റെ ഭയാനകത ചൂണ്ടിക്കാണിക്കുക അത്രേ ദൈവത്തിൻ്റെ വചനം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അത് വാഴ്ത്തപ്പെട്ട കർത്താവ് അപ്രകാരം തന്നെയാണ് പാപത്തെ കണ്ടത്. സ്വർഗത്തിൽ നിന്ന് താണലോകത്തിലേക്ക് താണിറങ്ങി വന്ന് കാൽവയുടെ ഉന്നതങ്ങളിൽ മരിച്ചത് നമ്മുടെ പാപം പേറി, നമ്മുടെ ശിക്ഷയേറ്റ് സർവ്വലോകത്തിൻ്റെയും പാപം പേറി സർവ്വലോകയുടെയും പാപത്തിൻ്റെ ശിക്ഷയേറ്റ് പകർക്കാനായി മരിച്ചുവെങ്കിൽ, ആ മരണപുനരുത്ഥാനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിരുന്നെങ്കിൽ പാപം എത്ര ഭയങ്കരമാണെന്ന് നമുക്ക് കാണാൻ കഴിയുക. പാപത്തിൻ്റെ ഭയാനകതയാണ് പ്രിയപ്പെട്ടവരെ പാപത്തിനുള്ള രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് എബ്രായർക്ക് ലേഖനത്തിൽ പറയാൻ കാരണം. ദൈവജനം അതുകൊണ്ട് പാപത്തെ നിസ്സാരവൽക്കരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം താനൊലിക്കുന്ന പാപങ്ങളോട് വിട പറയേണ്ടത് ആവശ്യമാണ്. നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും പിന്നെ പാപം ചെയ്ത് അതിനെക്കുറിച്ച് അനുതാപിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മൾ യാതൊരു നീക്കുപോക്കുമില്ലാതെ നശിച്ചു പോകും. അതുകൊണ്ടാണ് സദൃശവാക്യം 28-ന്റെ 13-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട്
ദൈവവചനം പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതുകൊണ്ട് ദാവീദിനെ ദൈവം എത്ര അത്ഭുതமான വിധത്തിൽ തുറന്നും അത് ഉപയോഗിച്ചു മരണം വരെ എന്ന് ദൈവവചനം അത് വ്യക്തമായവന് സാക്ഷ്യം പറയുകയാണ്. ഏതൊരു പിന്മാറ്റക്കാരനും മടങ്ങി വരുമ്പോൾ ദൈവവിനെ അത് അനുഗ്രഹകരമായി ഐശ്വര്യമായി ഉപയോഗിക്കുന്നവർക്കണം. യെശയ്യാ 42 അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അത് പുകയുന്ന തിരിയെ കെടുത്തു കളയുന്നവനല്ല, അത് ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്നവനല്ല നമ്മുടെ കർത്താവെന്ന് ദൈവവചനം പറയുക. നമ്മൾ ഓർക്കണം, അതേ പ്രിയരെ, നമ്മൾ എത്ര തകർന്ന അതേ പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ അതിനെക്കുറിച്ച് അനുദപിച്ച് മടങ്ങി വരുമെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് നമ്മളെ അതേ പുകയുന്ന തിരിയെ കെടുത്തിക്കളയില്ല. അതിൻ്റെ ആ പാപത്തിൻ്റെ കരിന്തിരികളെല്ലാം ദൂരെ കളഞ്ഞിട്ട് നമ്മളെ പ്രകാശിപ്പിക്കുന്നവരായി വീണ്ടും അത് അനുഗ്രഹകരമായിട്ട് ദൈവകരങ്ങൾ ഉപയോഗിക്കുന്നത് വ്യക്തമായ കാര്യമാണ്. ഇത് പത്രോസിൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമാണല്ലോ. 3 പ്രാവശ്യം എന്നെ അറിയുന്നില്ലെന്ന് അത് ആണയിടുകയും പ്രാകുകയും ചെയ്തതായില്ല. ആ പത്രോസ് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുത്തി അവനെ കർത്താവ് ഐശ്വര്യമായി ദൈവകരങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാൻ കഴിയുക. പ്രിയപ്രിയരെ, എന്താണ് ദൈവത്തിൻ്റെ വചനം അത് പത്രോസിനെ കുറിച്ച് പറയാൻ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ പത്രോസിൻ്റെ ആ ഒറ്റപ്രസംഗത്തിൽ 3000 പേര് അത് ഭയങ്കരമായുള്ള പാപങ്ങളിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ട് അവർ അത് സഭയോട് ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുവാൻ ഇടയായി. എന്താ കാര്യം? അതെ, അവൻ്റെ ആ തെറ്റിനെക്കുറിച്ച് അവൻ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തി എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിന്നെ പുറന്തള്ളിയിരിക്കുന്നു, എൻ്റെ അപ്പോസ്തലനായ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതല്ല പറഞ്ഞത്, പിന്നെയോ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചിട്ട് അവനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ അനുഗ്രഹം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അത് ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സഭയുടെ തൂണുകൾ 3 പേരാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ആദിമ സഭയുടേതായുള്ള തൂണുകളിൽ ഒരാളായിട്ട് പത്രോസിനെ ഇവിടെ കാണാൻ കഴിയുക. യാക്കോബ്, അതെ കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്, യോഹന്നാൻ, ഇവർ അതെ സഭയുടെ തൂണുകളാണെന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഗലാത്യർ 2:9 പറയുക. അപ്പം നമ്മൾ ഓർക്കണം, പാപം ചെയ്തെങ്കിൽ അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് ചെയ്താൽ ദൈവ ഐശ്വര്യമായി ഉപയോഗിക്കും. നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടേതായുള്ള സമൂഹം അനുഗ്രഹിക്കപ്പെടും, കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടും, ഇടവക സഭ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായുള്ള അനുഭവത്തിലേക്ക് പിന്മാറ്റക്കാർ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുന്നുള്ളത് ഈ സമയത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില പത്രോസുമാർ മടങ്ങി വരട്ടെ, അതെ ചില ശിംശോന്മാർ മടങ്ങി വരട്ടെ, അതെ ചില ദാവീദുമാർ മടങ്ങി വരട്ടെ. ദൈവം കണിശമായിട്ടും അവരെ ഐശ്വര്യമായി അനുഗ്രഹകരമായിട്ട് അവൻ്റെ ശുശ്രൂഷയിൽ അത് ഉപയോഗിക്കും, അവരെ അനുഗ്രഹകരമായി നടത്തുമെന്നുള്ളത് വ്യക്തമായുള്ള കാര്യമാണ്. ദാവീദ് വളരെ അതെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ അവൻ്റേതായുള്ള അതേ പ്രിയപ്പെട്ടവരെ ഓട്ടം ഏറ്റവും അനുഗ്രഹീതമായി ഓടി അവസാനിപ്പിക്കാൻ തക്കോണം ഇടയായത് അത് വളരെ വ്യക്തമായിട്ട് ദൈവവചനം സാക്ഷിക്കുകയാണ്. അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ അതെ അവൻ്റെ ഹൃദയം യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവത്തെ തുറന്നും അതെ മാനിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്ത അനുഭവങ്ങൾ കാണാൻ കഴിയുക ദാവീദിന്റെ ജീവിതത്തിൽ. എന്നാൽ പിന്മാറ്റക്കാരനായുള്ള ശലോമോനെ നമുക്ക് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായർ 11 കാണാൻ കഴിയുകയില്ല. എന്നാലോ ദാവീദിൻ്റെ പേര് അതെ അവിടെ വളരെ വ്യക്തമായിട്ട് എബ്രായർ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ദാവീദ് അനുഗ്രഹീതമായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു. അവൻ്റെ ഓട്ടം നന്നായി ഓടി അവസാനിപ്പിക്കുവാൻ അതെ അവന് സാധിച്ചു. അവൻ വാസ്തവമായിട്ട് അനുഗ്രഹീതനായി തീർന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവൻ വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി ദാവീദിന് പറയാൻ കഴിയുന്ന എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു,
എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറം അവനെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിൽ തന്നെ നടത്തുന്നു. നീതിപാതനെ നടത്തുന്നു. മാത്രമല്ല കൂരിൽ താഴ്വൽ കൂടെ നടന്നാൽ ഞാൻ ഭയപ്പെടുകയില്ല, അവൻ എന്നോടുകൂടെ ഇരിക്കുന്നു. അതാണ് ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാരണം എന്തെന്നാൽ അവൻ എന്നോടുകൂടെ ഇരിക്കുന്നു. ദൈവം ആരോടുകൂടെയാണ് ഇരിക്കുന്നത്? ദൈവം കൂടെ ഇരിക്കുന്നത് അവനോടുകൂടെ ആര് മുന്നോട്ട് പോവും? അവനോടുകൂടിയാണ് ഇരിക്കുന്നത്. ജോസഫിൻ്റെ ജീവിതത്തിൽ അതേ പ്രിയപ്പെട്ട സഹോദരന്മാർ അവനെ വിട്ടുകളഞ്ഞെങ്കിൽ നമ്മൾ കാണുന്ന പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ പൊത്തിഫേറിന് തന്നെ കാണാൻ കഴിഞ്ഞു യഹോവ അവനോടുകൂടി ഇരുന്ന് കാര്യങ്ങളെ സാധിപ്പിക്കുന്നു എന്ന് പൊത്തിഫേറിന് മനസ്സിലായപ്പോൾ പൊത്തിഫേർ അവിടുത്തെ സകല കാര്യങ്ങളും അവനെ ഏൽപ്പിച്ച് അവിടുത്തെ ആ ഗൃഹത്തിൻ്റെ ഒരു യജമാനൻ എന്ന് പറയത്തക്കവണ്ണം അവിടുത്തെ മറ്റുള്ളവരുടെ എല്ലാം മേളിൽ, ആ ദാസന്മാരുടെ എല്ലാം മേളിൽ അവനെ ഉയർത്തുന്നത് കാണാൻ കഴിയുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ ആ സ്ത്രീയുടെ വഞ്ചനയും ആ കളവും മൂലം, പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കളവും മൂലം അവനെ കൊണ്ട് ജയിലേറി ഇട്ടെങ്കിൽ അവിടെ പറയുന്നത് യഹോവ അവനോട് കൂടെ ഇരുന്ന. ദൈവം ആരോട് കൂടെയായിരിക്കുന്നത്? എത്രത്തോളം നാം ദൈവത്തോടു കൂടി ഇരിക്കും, അവരോടുകൂടിയാണ് ദൈവമായിരിക്കുന്നത്. ദൈവം ജോസഫിനോട് ഇരുന്നെങ്കിൽ, കാരണം ജോസഫ് ദൈവത്തോടു കൂടെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് നമ്മൾ 2 ദിനവൃത്താന്തം 15-ാം അധ്യായം വായിക്കും. അവിടെ കാണാൻ കഴിയും. അവിടെ അസര്യാവിൻ്റെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അസര്യാവ് ആ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സന്ദേശം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ആർക്കാണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്ന ആസയും എല്ലാ ബെന്യാമീന്യരും എല്ലാ യഹൂദിയന്മാരുള്ളവരെ കേൾപ്പിനെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം യഹോവയോട് കൂടിയായിരിക്കും അത്രത്തോളം അവൻ നിങ്ങളോടുകൂടിയായിരിക്കുമെന്ന് പറയുക. നിങ്ങൾ അവനെ ഉപേക്ഷിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. അവനൊരിക്കലും ജോസഫ് ദൈവത്തെ ഉപേക്ഷിച്ചില്ല. അവളെ തെറ്റ് ചെയ്യുവാൻ, അവനോടുകൂടെ സഹിപ്പാൻ അവനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ജോസഫ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിത് ചെയ്താൽ ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുകയാണ്, ഞാനത് ചെയ്യുകയില്ല എന്ന് പറയും. അപ്പോൾ അവൾക്കും അവൾ ചെയ്യുന്നത് പാപമാണെന്ന് അവളെ സന്ദേശം കൊടുക്കുകയും ദൈവത്തിന് വിപരീതമാണ് സാധിച്ചോടും ഞാനിത് ചെയ്താൽ ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധൈര്യത്തോടുകൂടെ ആ പാപത്തെ വെറുക്കുന്നതായുള്ള ജോസഫിനെ കാണുകയാണ്. വസ്ത്രം പിടിച്ചപ്പോൾ വസ്ത്രം വിട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പാപത്തെ വിട്ടോടുന്ന ഒരനുഭവമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താലോലിക്കുന്ന പാപങ്ങളെ ഇവിടെ പറഞ്ഞേ മതിയാകൂ. കാരണം ദൈവം ഒരിക്കലും പാപത്തെ നിസ്സാരവൽക്കരിക്കുകയില്ല. പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നവനാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കാൽവരിയെ നോക്കുമ്പോൾ പാപത്തിൻ്റെ ഭയാനകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക. കാരണം പാപത്തിൻ്റെ ഭയാനതയ്ക്കുള്ള ന്യായവിധി ആണ് യേശു കർത്താവ് ഏറ്റെടുത്തത്. അതിൻ്റെ ശിക്ഷയാണ് യേശു ഏറ്റെടുത്തെങ്കിൽ ദൈവമായി ലോകത്തിലേക്ക് താണിറങ്ങി വന്ന് നമ്മൾ പകർക്കാനായി നമ്മുടെ ശിക്ഷ ഏറ്റുകൊണ്ട് മരിക്കത്തക്കോണം അത്ര ഭയങ്കരമാണ് പാപമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനെ താലോലിപ്പാൻ ഒരിക്കലും നാം തയ്യാറാകരുത്. അതുകൊണ്ട് പാപത്തോട് വിട പറയണം. പാപത്തെ വെറുത്തുകൊണ്ട് ജീവിക്കണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ. എബ്രായർ 12 ആദ്യ വാക്യങ്ങൾ പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട സത്യമാണ്. അതുകൊണ്ട് പിന്മാറ്റക്കാരൻ തീർച്ചയായിട്ടും പാപത്തെക്കുറിച്ച് അനുദപിച്ചേറ്റ് പറഞ്ഞ് മടങ്ങി വരികയും അതേസമയത്ത് രക്ഷിക്കപ്പെട്ടെന്ന് അഭിമാനിക്കുന്നവർ തീർച്ചയായിട്ടും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായി പാപത്തെ വെറുത്തുകൊണ്ട്, ദൈവം വെറുക്കുന്ന പാപത്തെ അങ്ങേയറ്റം വെറുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം അനുഗ്രഹീതരാണ്, ധന്യരാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രിയപ്പെട്ടവർ നിത്യ നരകത്തെയാണ് എരിയുന്നതെന്ന് വളരെ വ്യക്തമായി നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതാണ് ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി ഗന്ധവും തെയ്യം കത്തുന്ന പൊയ്കയാണെന്ന് വെളിപാട് 21:8 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്.
അതെല്ലാം നാം മനസ്സിലാക്കണം. അതെ പ്രിയപ്പെട്ടവരെ, അതെ പാപം ചെയ്യുന്നവന് എൻ്റെ കാര്യം പറയുമ്പോൾ എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് പാപം ചെയ്യുന്നവർ അതെ അതെ പ്രിയപ്പെട്ടവരെ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമാണ്. വിശദീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയയില്ല എന്ന് എബ്രായർ 12:14 പറയുക. അതുകൊണ്ട് നാം പാപത്തെ നിസ്സാരവൽക്കരിക്കാതെ വിശുദ്ധിയെ തികച്ച് ജീവിക്കുന്ന അനുഭവത്തിൽ മുന്നോട്ട് നീങ്ങണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാണും വന്നാൽ, തെറ്റു വന്നാൽ അതിനെ മറച്ചു വെക്കുവാനല്ല, അതിനെക്കുറിച്ച് അനുദപിച്ചേറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ നാം ദൈവവചനം പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ ഉള്ളത്തിൽ പ്രസാദമില്ല, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ഓർക്കണം. മുമ്പേ ഞാൻ പറഞ്ഞ വാക്യം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതെ, സദൃശവാക്യങ്ങൾ 1:32. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചന്ത അതെ അവരെ നശിപ്പിക്കും. ദൈവം ശമൂവേലിനോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഏലിയുടെയും കുടുംബത്തിന്മേലും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. ആ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ അത് ഏലി ശമൂവേലിനെ വിളിച്ചു. ശമൂവേലിനോട് പറഞ്ഞു, നിന്നോട് ദൈവം എന്താ പറഞ്ഞതിൽ ഒരു വാക്കുപോലും വിട്ടുകളയാതെ സകലതും മറച്ചു വെക്കാതെ എന്നോട് പറയണം, അല്ലെങ്കിൽ യഹോവ അത് നിനക്ക് ദോഷം ചെയ്യട്ടെ എന്നുള്ള വിധത്തിൽ പറഞ്ഞു. അപ്പോൾ അത് ശമൂവേൽ ഒരു വാക്കും വിട്ടുകളയാതെ സകലതും ആ ഏലി കുടുംബത്തിൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം പറഞ്ഞു. പക്ഷേ ഏലിയുടേതായുള്ള അത് ഏലി പുരോഹിതൻ്റെതായുള്ള വാക്കുകൾ എന്താണെന്ന് അറിയാമോ? യഹോവയല്ലോ, യഹോവയുടെ ഇഷ്ടം പ്രവർത്തിച്ചോട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച്, പാപത്തിനുള്ളതായുള്ള ഭയങ്കരമായുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അനുദപിച്ച് വേണ്ട ക്രമീകരണം ചെയ്യാതെ നിൽക്കുന്നതിന് പകരം അതാണ് നിശ്ചിന്തയെന്ന് പറയും. ബുദ്ധിഹീനരുടെ അതെ മുമ്പേ പറഞ്ഞല്ലോ, അതേ പ്രിയപ്പെട്ടവരെ ഭോഷന്മാരുടെ നിശ്ചിന്തയെന്ന് പറഞ്ഞ ഇതാ കംപ്ലസൻസി. ന്യായവിധി കേട്ടിട്ടും അതിനെ വെറും നിസ്സാരവൽക്കരിക്കുന്ന അനുഭവം, പാപത്തിൻ്റെ ഭയാനകതയും അതിൻ്റേതായുള്ള ആ ശിക്ഷാവിധിയും എത്ര ഭയങ്കരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് അതെ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ അനുദപിച്ച് കടന്നു വന്നിരുന്നെങ്കിൽ ഏലിക്ക് വേണ്ടുന്ന രക്ഷ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ ഓർക്കണം, അതെ ലോകപ്രകാരം അതെ ലോകത്തിലെ കഷ്ടത അത് മാത്രമല്ല, ഇതിനപ്പുറത്തൊരു നിത്യ നരകത്തിലേക്കാണ് അത് ഏലിയും കുടുംബവും പോയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തെ നിസ്സാരവൽക്കരിക്കുക, തെറ്റ് ചെയ്തു പോയി വന്നുപോയി, എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന പ്രൊവിഷൻ, ദൈവം നൽകിയിരിക്കുന്ന അതേ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങുവെന്ന് യഥാസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനുഗ്രഹമായി തീരുന്നു. ദൈവിക നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് മടങ്ങി ലഭിക്കുന്നു. അതുമാത്രമല്ല, നാം അതെ നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന്, കൂട്ടായ്മയ്ക്ക് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ പ്രത്യേക അവസരത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും വാസ്തവമായി തൻ്റെ കുറവുകളെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവകരങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായുള്ള അതേ വ്യക്തികളായി ഉപയോഗിക്കപ്പെടുവാൻ തയ്യാറാകണം. അതിന് ദൈവമായ കർത്താവ് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതായുള്ള ഈ സത്യം മനസ്സിലാക്കൊണ്ട് ഈ ജ്ഞാനി, അതെ ഇത് ഗ്രഹിക്കുന്ന ജ്ഞാനിയാൽ, ഇത് അറിയുന്ന വിവേകിയാൽ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതെ ആ ദൈവത്തിൻ്റെ വചനപ്രകാരം ഇപ്പോൾ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് അവനാൽ അത് വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ നാം തയ്യാറാകണം. തൻ്റെ ആത്മാവിനെ നമ്മളെ നിറച്ച് അത് നമ്മളെ അനുഗ്രഹകരമായി ഐശ്വര്യമായി അവൻ ഉപയോഗിക്കാൻ കഴിയും. അത് നമുക്ക് പ്രത്യേകിച്ച് ഓർത്തുകൊണ്ട് അത് ഞാൻ ഒരജ്ഞാനിയായിട്ടല്ല, അതെ ഞാൻ തീർച്ചയായിട്ടും പാപത്തെ നിസ്സാരവൽക്കരിച്ചുവെങ്കിലും ഞാൻ അതെല്ലാം വിട്ടു തിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടണം. അനുതാപത്തോടെ ദൈവം അത് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹമായി ഉപയോഗിക്കും. മാത്രമല്ല
സ്വർഗത്തിൽ ആ നിത്യരാജ്യത്തിൽ അവനോട് വാഴുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് വരുമ്പോൾ അവനെ കാണാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. തുടർന്ന് ഈ പരമ്പര പിന്നീട് മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ജ്ഞാനിയാർ 2 കാര്യങ്ങൾ പറഞ്ഞത് മറക്കാതിരിക്കുക. 1, യേശുവുള്ള ജ്ഞാനിയാണ്. 2, അതെ കർത്താവുമായുള്ള സജീവത്വത്തിലും കൂട്ടായ്മയിലും പാപത്തെ നിസ്സാരവൽക്കരിക്കാതെ അതിനെ വെറുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജ്ഞാനിയാണ്. എന്നാൽ തെറ്റുപറ്റിയാൽ കണിശമായിട്ടും അതിനെക്കുറിച്ച് ആഴമേറിയ അനുതാപത്തോടെ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹീതനായിത്തീരും. ദൈവം ഐശ്വര്യമായിട്ടിരിക്കും. അതിന് ദൈവം ഇടയാക്കട്ടെ. എല്ലാവർക്കും ഈ വചനം അനുഗ്രഹമായി തീരട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം.